അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദ് വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, ജിന്നുബാധയുണ്ടോ? ജിന്നുകൾ രോഗമുണ്ടാക്കുമോ? അവർ ശാരീരികമായി ഉപദ്രവിക്കുമോ? മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ജിന്നുകൾ ശാരീരികമായി ഉപദ്രവിക്കും എന്നതിൻ്റെ ഒരു തെളിവായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികൾ പറയുകയാണ്, ജാഅത്തി ഷയാത്തീനു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഔദിയ വതഹദ്ദറത് അലൈഹി മിനൽ ജിബാൽ വഫീഹിം ഷൈത്താനുൻ മഅഹു ശുഅലത്തുൻ മിൻ നാർ. ഒരിക്കൽ ഒരു താഴ്വാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ താഴ്വാരങ്ങളിലൂടെ ധാരാളം ജിന്നുകൾ ഇരച്ച് കയറുകയുണ്ടായി പ്രവാചകൻ്റെ അടുക്കലേക്ക്. ആ കൂട്ടത്തിൽ ഒരു ഷെയ്ത്താൻ്റെ കയ്യിൽ ശുഅലത്തും മിന്നാർ, തീയിൽ നിന്നുള്ള ഒരു കൊള്ളി ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഒരു തീപ്പന്തം, അതല്ലെങ്കിൽ തീയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. യുരീദു അൻ യുഹ്രിഖ ബിഹാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനെ പൊള്ളലേൽപ്പിക്കുവാനായിരുന്നു ആ ഷെയ്ത്താനിൻ്റെ ഉദ്ദേശം. ഫറുഇബ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് ഭയം തോന്നി. അങ്ങനെ ജഅല യതഅഖറു, അള്ളാഹുവിൻ്റെ റസൂല് പിറകോട്ട് വരാൻ തുടങ്ങി. ഈ ഷെയ്ത്താനാകട്ടെ ഈ തീ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉടനെ അതാ വജാ ജിബ്രീലു, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വരികയാണ്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഖുൽ, പറയാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഖുൽ, എന്താണ് പറയേണ്ടത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ജിന്നുകളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ വലിയ വമ്പിച്ച വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദുആ പഠിപ്പിക്കുകയാണ്. ഈ ദുആ നാം ഒക്കെ നിർവഹിക്കേണ്ടതാണ്. ശൈത്താനുകളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദുആ സഹായിക്കും. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തില്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിറുൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിൻ്റെ സമ്പൂർണ്ണമായ കലിമാത്തുകളിൽ, വാക്കുകളിൽ, വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. അല്ലത്തി, ആ കലിമാത്തുകളുടെ പ്രത്യേകത, അതിനെ ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിറുൻ, പുണ്യവാനാകട്ടെ അതല്ല ഫാജിറായ തോന്നിവാസിയാകട്ടെ അതിനെ മറികടക്കാൻ കഴിയില്ല. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിൻ്റെയും കെടുതിയിൽ നിന്നും. വദറഅ വബറഅ, അവൻ സൃഷ്ടിച്ച് വിരമിച്ച ഏതൊന്നിൻ്റെ ഷർറിൽ നിന്നും. വമിൻ ശർരി മാ യൻസിലു മിനസ് സമാ, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഷർറുകളുണ്ടെങ്കിൽ ആ ഷർറിൽ നിന്നും. വമിൻ ശർരി മാ യഅറുജു ഫീഹ, ആകാശത്തേക്ക് കയറിപ്പോകുന്ന വല്ല ഷർറുമുണ്ടെങ്കിൽ അതിൽ നിന്നും. വമിൻ ശർരി മാ ദറഅ ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്നും. വമിൻ ശർരി മാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നവയുടെ ഷർറിൽ നിന്നും. വമിൻ ശർരി ഫിതനിൽ ലൈലി വന്നഹാർ, രാത്രിയിലെയും പകലിലെയും ഫിത്നകളുടെ ഷർറുകളിൽ നിന്നും. വമിൻ ശർരി കുല്ലി താരിഖിൻ, എല്ലാ സഞ്ചാരികളുടെ അഥവാ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഏതെല്ലാം ജീവവർഗങ്ങളുണ്ടോ, ഷർറുകളുണ്ടാക്കുന്നവയുണ്ടോ, അതിൻ്റെ ഷർറിൽ നിന്നും. എന്നാൽ ഇല്ലാ താരിഖൻ യതുറുഖു ബി ഖൈരിൻ, ഖൈറുമായി പോകുന്ന താരിഖുകളാണെങ്കിൽ അഥവാ മലക്കുകളാണ് ഉദ്ദേശം, അതിൽ നിന്നല്ല, ഷർറുമായി സഞ്ചരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹുവിൻ്റെ കലിമാത്തുകളിൽ അഭയം തേടുന്നു. യാ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവേ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫതഫിഅത് നാറു ഷയാത്തീൻ, പിശാചുക്കൾ കൊണ്ടുവന്ന തീ കെട്ടുപോയി. വഹസമഹുമുല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. ജിന്നുകൾ ശാരീരികമായി ഉപദ്രവിക്കും. തീ കൊണ്ട് നബിയെ പൊള്ളിപ്പിക്കാൻ വേണ്ടി വരെ ജിന്നുകൾ അഥവാ ശൈത്താനുകൾ വരികയുണ്ടായി. അതിൽ നിന്നും തത്തുല്യമായ ഷർറുകളിൽ നിന്നുമുള്ള അഭയം ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു ആ അടിമയെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ.
അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണിക്കുക എന്നുള്ളത്. അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഉറക്കത്തിലാണെങ്കിലും സ്വപ്നത്തിലാണ് കാണുന്നതെങ്കിലും അത് കാണുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ദുസ്വപ്നങ്ങളാണെങ്കിൽ. മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും വളരെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശൈത്താനിൽ നിന്നുള്ള ഒരു കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അദ്ദേഹം കേട്ടു, ഇദാ റഅ അഹദുക്കും റുഅയ യുഹിബ്ബുഹാ ഫഇന്നമാ ഹിയ മിനല്ലാഹ് ഫലിയഹ്മദില്ലാഹ അലൈഹാ വലയുഹദ്ദിസ് ബിഹാ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ വഇദാ റഅ ഗൈറ ദാലിക മിമ്മാ യക്റഹു, എന്നാൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഫഇന്നമാ ഹിയ മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നാണ്. ഫലിയസ്തഇദ് മിൻ ശർരിഹ, അതിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. വലാ യദ്കുറുഹാ ലി അഹദിൻ ഫഇന്നഹാ ലാ തദുറുഹു, ആ ദുസ്വപ്നം വേറെ ഒരാളോടും പറയാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ആ സ്വപ്നം നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ വെറുപ്പുണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നം ഷെയ്ത്താനിൽ നിന്നാണ്. ഷെയ്ത്താൻ അതിന് സാധിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൽ അഭയം തേടുകയും ദുസ്വപ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. പലർക്കും അബദ്ധം പറ്റുന്നൊരു മേഖലയാണ് ചീത്ത സ്വപ്നങ്ങൾ. അതവർ എല്ലാവരോടും പറയും, എന്നാൽ നല്ല സ്വപ്നങ്ങൾ അവർ മൂടിവെക്കുകയും ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. ദുസ്വപ്നങ്ങൾ ആരോടും പറയരുത്. അങ്ങനെ പറയുന്നത് പിശാചിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. പിശാചിനോട് ആ നിലക്ക് സഹകരിക്കാൻ പാടില്ല. അപ്പോൾ ഇതും വളരെ വലിയൊരു തെളിവാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർറുഇയ സലാസുൻ, സ്വപ്നങ്ങൾ 3 വിധമാണ്. ഫബുഷ്റാ മിനല്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത എന്നുള്ള നിലക്ക്. മറ്റൊന്ന് വഹദീസുൻ നഫ്സ്, ഒരു മനുഷ്യൻ സ്വയം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സ്വപ്നമായി വരും. മൂന്നാമത്തത് വതഖ്വീഫുൻ മിനശ് ശൈത്താൻ, വതഖ്വീഫുൻ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള പേടിപ്പെടുത്തലാണ്. അപ്പോൾ പിശാച് പേടിപ്പിക്കും ദുസ്വപ്നങ്ങളിലൂടെ. പലരും പാമ്പിനെ കാണുന്നു, മറ്റു പല ജീവികളെയും കാണുന്നു, അല്ലെങ്കിൽ പ്രേതത്തെ കാണുന്നു. ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ പിശാച് സ്വപ്നത്തിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ പിശാചിനതിന് സാധിക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിൽ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റുഇയ സലാസുൻ മിൻഹാ അഹാവീലു മിനശ് ശൈത്താൻ ലിയഹ്സുന ബിഹാ ഇബ്ന ആദം. നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നം 3 വിധമുണ്ട്. അതിൽ ഒന്ന് പിശാചിൻ്റെ ഭയപ്പെടുത്തലുകളാണ്. അത് ആദം സന്തതികളെ മനുഷ്യരെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടി, സങ്കടപ്പെടുത്താൻ വേണ്ടി പിശാച് കാണിക്കുന്നതാണ്. അപ്പോൾ സങ്കടമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ, ദുഃഖമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാണിക്കുക, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണിക്കുക, വെറുപ്പുള്ള സ്വപ്നങ്ങൾ കാണിക്കുക, ഇതൊക്കെ ശൈത്താന് സാധിക്കും. അത് സ്വപ്നത്തിലാണെങ്കിലും ആ സ്വപ്നത്തിൽ ഭയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അത് മനുഷ്യനിൽ പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു. പല ആളുകളും അത് കാരണം മാനസിക രോഗികളായി വരെ മാറുന്ന അവസ്ഥകൾ നമുക്ക് പല ആളുകളുടെയും അനുഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ നിലക്കൊക്കെ പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ദിക്റുകളും ദുആകളും ചൊല്ലാനുള്ള ആയത്തുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് കിടക്കണം എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഇതൊക്കെ പതിവാക്കുന്ന ആളുകൾക്ക് പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം നൽകുന്നതാണ്. ആയത്തുൽ കുർസി, ആമനർ റസൂലു തുടങ്ങിയ ആയത്തുകളും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് തുടങ്ങിയ സൂറത്തുകൾ 3 തവണ ഓതി ശരീരത്തിൽ തടവിക്കൊണ്ട് കിടക്കുകയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നതാണ്. അതേപോലെ തന്നെ പിശാച് ചില ജീവികളിലൂടെ മറ്റു പല കാര്യങ്ങളിലൂടെയും മനുഷ്യരുടെ വീടുകളിലും മറ്റും ഉപദ്രവമുണ്ടാക്കും. അതിനുള്ള തെളിവ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅത് ഫഅറത്തുൻ ഫഅഖദത് തജുറു അൽ ഫതീലത ഫജാഅത് ബിഹാ ഫഅൽഖത്ഹാ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖുംറത്തി അല്ലതി കാന ഖാഇദൻ അലൈഹാ ഫഅഹറഖത് മിൻഹാ മിസ്ല മൗദിഇ ദിർഹമി ഫഖാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു എലി വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവിടെ ഒരു വിളക്കിൻ്റെ തിരി അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ തിരി കടിച്ചെടുത്തിട്ട് ആ എലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ആ ഒരു വിരിപ്പിൽ, അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രത്യേകമായ കാർപ്പറ്റിൽ ഈ എലി അത് കൊണ്ടുവന്നിടുകയും ഒരു ദിർഹമിൻ്റെ അത്രയും വട്ടത്തിൽ അവിടെ
കത്തിപ്പോവുകയും ചെയ്തു. നോക്കൂ, എലി ആ തീയെടുത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുകയാണ്? നബി ഇരിക്കുന്ന ആ ഭാഗത്ത് ഇടുകയാണ്. അപ്പോൾ ഒരു ദിർഹമിൻ്റെ അത്രയും ഭാഗം അവിടെ കത്തിപ്പോയി. ഫഖാല, അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ നിംതും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫഅത്ഫിഉ സുറുജക്കും, വിളക്കുകളൊക്കെ കെടുത്തിക്കളയണം, കത്തി നിൽക്കുന്ന ഒന്നും ഉണ്ടാവരുത്. ഫഇന്ന ശൈത്താന യദുല്ലു മിസ്ല ഹാദിഹി അലാ ഹാദാ ഫതഹരിഖക്കും, കാരണം ഷെയ്ത്താൻ ഇതേപോലെയുള്ള ജീവികളെ പ്രേരിപ്പിക്കുകയും ഇതേപോലെയുള്ള പ്രവൃത്തികൾ അങ്ങനെ എലികളും മറ്റും ചെയ്ത് വിളക്ക് തട്ടിയിടുക അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ എലിയുടെ പ്രവർത്തനം കൊണ്ട് വീട്ടിൽ തീപിടിക്കാം. പക്ഷേ ആ എലിയെ ചിലപ്പോൾ അതിന് പ്രേരിപ്പിക്കുന്നതും അതിലേക്ക് നയിക്കുന്നതും പിശാചുക്കളായിരിക്കും. അങ്ങനെ സംഭവിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, പല നിലക്കും വീടുകളിൽ വിളക്കുകൾ കെടുത്താത്തത് കൊണ്ടോ തീ അണയ്ക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ കൃത്യമായി കറണ്ട് ഓഫ് ചെയ്യാത്തത് കൊണ്ടൊക്കെ പല നിലക്കും തീ കത്തുകയും ആളുകൾ മരണപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും എലിയാണ് വില്ലൻ എന്ന് കാണാൻ കഴിയും. എലിയോ അതേപോലെയുള്ള ജീവികളോ പൂച്ചയോ ഒക്കെ ഇതേപോലെ അങ്ങനെ പ്രവർത്തിക്കാൻ ഒരുപക്ഷേ ശൈത്താൻ അവരെ പ്രേരിപ്പിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു എലി വിചാരിച്ചാൽ സാധിക്കും എന്ന കാര്യം നാം ഒക്കെ അംഗീകരിക്കുന്നതാണ്. എങ്കിൽ അതേപോലെ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ഷെയ്ത്താനും ആ നിലക്ക് സാധിച്ചേക്കാം റബ്ബിൻ്റെ അനുമതി പ്രകാരം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പിശാചിൽ നിന്ന് അഭയം തേടണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ പിശാച് ഈ നിലക്ക് മറ്റു ജീവികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയിൽ നമുക്ക് കാണാം, ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് മോശമായ മരണങ്ങളിൽ നിന്ന് അഭയം തേടുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, വ അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് പിശാച് എന്നെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്താണ് ഈ പിശാചിൻ്റെ റാഞ്ചിയെടുക്കൽ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി ചിന്തിപ്പിക്കുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, ആ നിലക്ക് മനുഷ്യൻ്റെ മനസ്സിനെ റാഞ്ചിയെടുക്കുക, കീഴ്പ്പെടുത്തി കളയുക. കാരണം പിശാചിൻ്റെ അവസാന ശ്രമമാണത്. തൗഹീദിലുള്ള ഒരു മനുഷ്യൻ, ഈമാനുള്ളൊരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി അയാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ആ വ്യക്തിയുടെ വിഷയത്തിലുള്ള ദൗത്യം പരാജയപ്പെടുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഒരാൾ മരണപ്പെടുന്ന സമയത്ത് പിശാച് പ്രത്യേകം അയാളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ നിലക്കുള്ള ഉപദ്രവം, പിശാചിൻ്റെതായ റാഞ്ചിയെടുക്കൽ, മനസ്സിനെ തട്ടിയെടുക്കൽ, അത് ശൈത്താനിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പിശാചിൽ നിന്ന് അഭയം തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലും ആ നിലക്ക് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ കുഞ്ഞുങ്ങളുടെ ഇരു പാർശ്വങ്ങളിലും ശൈത്താൻ തൻ്റെ കൈകൾ കൊണ്ട് കുത്തി വേദനിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ കരയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു ബനി ആദം യത്അനു ശൈത്താനു ഫീ ജൻബൈഹി ബി ഇസ്ബഇഹി ഹീന യൂലദു ഗൈറ ഈസ ഇബ്നു മറിയം ദഹബ യത്അനു ഫതഅന ഫിൽ ഹിജാബ്. ആദമിൻ്റെ മക്കളൊക്കെ ജനിക്കുമ്പോൾ പിശാച് വന്നിട്ട്, ശൈത്താൻ വന്നിട്ട് ആ കുട്ടിയുടെ രണ്ട് പാർശ്വങ്ങളിൽ തൻ്റെ വിരലുകൾ കൊണ്ട് കുത്തുന്നുണ്ട്. ഈസ ഇബ്നു മറിയം ഒഴികെ എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അതിന് സാധിച്ചിട്ടില്ല. ഒരു മറയുടെ അപ്പുറത്ത് കുത്താനാണ് കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറിയം ബീവിയെയും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, മാമിൻ ബനി ആദമ മൗലൂദുൻ ഇല്ലാ യമസ്സുഹു ശൈത്താനു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഖൻ മിൻ മസ്സി ശൈത്താൻ. ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും പിശാച് ആ കുഞ്ഞിനെ സ്പർശിക്കുന്നു. അങ്ങനെ കുട്ടി ഒച്ചയിട്ട് കരയുന്നു. ആ സന്ദർഭത്തിൽ അത് പിശാച് അവനെ കുത്തുന്നത് കൊണ്ടാണ്. ഗൈറ മറിയം വബ്നിഹ, മറിയം ബീവിയെയും മറിയം ബീവിയുടെ മകനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെയും സാധിച്ചിട്ടില്ല. സുമ്മ യഖൂലു അബൂ ഹുറൈറ, എന്നിട്ട് അതിന് തെളിവായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യും മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന, വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീവിയെയും മറിയം ബീവിക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും അള്ളാഹുവേ പിശാചിൽ നിന്ന്, ആ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട്
അവർക്ക് അഭയം നൽകാൻ വേണ്ടി, നിന്നോട് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി ശൈത്താനിന് മറിയം ബീവിയെയും ഈസ അലൈഹിമസ്സലാത്തു വസ്സലാം അവർ ജനിക്കുമ്പോൾ ഉപദ്രവിക്കാൻ ശൈത്താന് സാധിച്ചിട്ടില്ല. അതല്ലാത്ത നിലക്കുള്ള കുഞ്ഞുങ്ങളെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് പിശാച് കുത്തുന്നുണ്ട്, പലപ്പോഴും കുട്ടികൾ അത് കാരണം കരയുന്നുണ്ട് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിശാചുക്കൾ ചില രോഗങ്ങളുണ്ടാക്കും എന്ന് വളരെ വ്യക്തമായ സൂചന ഹദീസിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഫനാഉ ഉമ്മത്തി ബിത്തഅനി വത്താഉൻ, എൻ്റെ ഉമ്മത്തിൻ്റെ നാശമുണ്ടാകുന്നത്, അതല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും മരണവും മറ്റും സംഭവിക്കാനുള്ള കാരണം അതിലൊന്ന് ബിത്തഅൻ, വാളുകൊണ്ടുള്ള, ആയുധം കൊണ്ടുള്ള കുത്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിലും മറ്റുമായി അവർ കൊല്ലപ്പെടും. വത്താഉൻ, മറ്റൊന്ന് പകർച്ചവ്യാധികളിലൂടെ. താഉൻ എന്ന് പറഞ്ഞാൽ പ്ലേഗ്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പകർച്ചവ്യാധികൾ. ഈ പകർച്ചവ്യാധികളിലൂടെ, അല്ലെങ്കിൽ താഉൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു രോഗമാണ്, അതിലൂടെ ധാരാളം ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ മരിക്കുന്നതാണ്. ഫഖീല യാ റസൂലല്ലാഹ്, അപ്പോൾ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാദ തഅനു ഖദ് അറഫ്ന, ഞങ്ങൾക്ക് തഅൻ അഥവാ കുത്തുകൊള്ളുക, ആയുധം കൊണ്ട് മുറിവേൽക്കുക എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാൽ ഫമ താഊൻ, താഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖ്സു അഅദാഇകും മിനൽ ജിന്നി വഫീ കുല്ലിൻ ശുഹദാ, അത് നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളിൽ നിന്നുള്ള കുത്താണ്, നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണത്, രണ്ടു കൂട്ടർക്കും ഷഹീദുകളുടെ കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 41-ാമത്തെ ആയത്തിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ രോഗത്തെക്കുറിച്ച് പറയുന്നിടത്ത്, വദ്കുർ അബ്ദന അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അന്നി മസ്സനിയ ശൈത്വാൻ, പിശാച് എന്നെ സ്പർശിച്ചിരിക്കുന്നു, ബിനുസ്ബിൻ വഅദാബ്, എനിക്ക് ക്ഷീണവും ശിക്ഷയും നൽകിക്കൊണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രോഗമുണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ ആ രോഗം മൂർച്ഛിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ രോഗത്തിന് കഠിനമായ വേദന തോന്നിപ്പിക്കാനുള്ള കാരണം പിശാചിൻ്റെ ചില ശാരീരികമായ ഇടപെടലാണ്. പിശാജ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായിരുന്ന തൊലിപ്പുറത്തുണ്ടായിരുന്ന മുറിവുകളിൽ പിശാജ് ഊതുകയും കൂടുതൽ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പല മുഫസ്സിരിങ്ങളും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഖുർആനിൻ്റെ പ്രയോഗവും വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ രോഗികൾക്ക് കൂടുതൽ മാനസികമായ സമ്മർദ്ദം നൽകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കുക, അതാകാം. രണ്ടാണെങ്കിലും ശരി, പിശാച് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവർക്ക് നിലക്കാതെ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ടായിരുന്നു, എത്ര ശ്രമിച്ചിട്ടും അത് നിൽക്കുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ ഹാദിഹി റഖദത്തുൻ മിൻ റഖദാത്തി ശൈത്താൻ, പിശാജ് ചവിട്ടുന്നതിൽപ്പെട്ട ഒരു കാര്യമാണിത്, പിശാജിൻ്റെ ഉപദ്രവം കൊണ്ട്, അവൻ ചവിട്ടുന്നത് കൊണ്ടും മറ്റും ഇതുപോലെ സംഭവിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ആ നിലക്ക് പിശാജിൻ്റെ ഇടപെടൽ കൊണ്ട് ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ജിന്ന് ബാധ, പിശാച് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, അത് സ്വാഭാവികമായുമുള്ള പ്രവേശനമുണ്ട്. അതിനു പുറമെ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തി പൂർണ്ണമായ ജിന്നുബാധ തന്നെ സംഭവിക്കും. പിന്നീട് ആ മനുഷ്യൻ അയാളുടെ സ്വബോധം നഷ്ടപ്പെടുകയും ജിന്ന് അയാളുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്തിൽ കാണാം. അല്ലദീന യഅ്കുലൂന റിബ, പലിശ തിന്നുന്ന ആളുകൾ, ലാ യഖൂമൂൻ, അവർ എഴുന്നേൽക്കുന്നില്ല ഖിയാമത്ത് നാളിൽ, ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പിശാചുബാധ ഏറ്റവൻ മറഞ്ഞു വീണ് എഴുന്നേൽക്കുന്നത് പോലെ. അപ്പോൾ അള്ളാഹുവാണ് പറയുന്നത്, പിശാജിൻ്റെ ബാധ മൂലം മറഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ. അപ്പോൾ പിശാജ് ബാധിക്കുമെന്നും അത്തരം സന്ദർഭത്തിൽ അവർ മറഞ്ഞു വീഴുമെന്നും ഈ ആയത്തിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, ശൈത്താൻ മനുഷ്യനിലൂടെ അവൻ്റെ രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ട്.
മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ദുഖൂലുൽ ജിന്നി ഫീ ബദനിൽ ഇൻസാനി സാബിത്തുൻ ബിത്തിഫാഖി അഇമ്മത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ. ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട് എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇത്തിഫാഖുള്ള കാര്യമാണ്. ശേഷം അദ്ദേഹം നാം നേരത്തെ പറഞ്ഞ ഈ ആയത്തും ഹദീസും ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ജിന്നിൻ്റെ ശല്യമുള്ളത് കൊണ്ട് പലപ്പോഴും ഖുർആനിക വചനങ്ങൾ ഓതുമ്പോഴും നമസ്കരിക്കുമ്പോഴുമൊക്കെ പ്രയാസമുണ്ട് എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ ഫേസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ആ സ്വഹാബിയുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ ഷൈത്താൻ പിശാജെ ഉഖ്റുജ് മിൻ സദ്രി ഉസ്മാൻ, ഉസ്മാനിൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോ. ഫഅല ദാലിക സലാസ മറാത്തിൻ, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു എന്നാണ്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു സഹീഹയിൽ ഈ ഹദീസിൻ്റെ സനദുകളും മറ്റും കൊണ്ടുവന്ന് ഇത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, യാ ഷൈത്താൻ, ഷൈത്താനെ ഉഖ്റുജ് മിൻ സദ്രി ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോ. അപ്പോൾ അതിൻ്റെ അർത്ഥം പിശാച് ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ ഖുർആനിനെ മറപ്പിക്കുന്നതും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. മനുഷ്യനെ കൊണ്ട് പല കാര്യങ്ങളും മറപ്പിച്ച് കളയാൻ പിശാചിന് കഴിയുമെന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഖുർആനിൽ അത് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ നിലക്ക് പിശാച് ചെയ്യും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, ഒരു റിവായത്തിൽ കാണാം എൻ്റെ കുഞ്ഞിന് ജിന്ന് ബാധിച്ചിരിക്കുന്നു, മറ്റൊരു റിവായത്തിൽ എൻ്റെ കുഞ്ഞിന് അപസ്മാരം ബാധിച്ചിരിക്കുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ അവർ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ തൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുല്ലാഹ് ഖാല ഫബറ, അള്ളാഹുവിൻ്റെ ശത്രു നീ പുറത്തു പോ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ ഷെയ്ത്താൻ പുറത്തു പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഷെയ്ത്താൻ ഉള്ളിൽ കയറുകയും അപസ്മാരമുണ്ടാക്കുകയും കുട്ടികൾക്ക് ഉപദ്രവമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ജിന്നുബാധയും ജിന്നുകളെ രോഗമുണ്ടാക്കുന്നു എന്നുള്ളത്, ശാരീരികമായി ഉപദ്രവിക്കുമെന്നുള്ളത്, മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിനൊക്കെ വളരെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ പിശാച് മനുഷ്യരുടെ ഭക്ഷണത്തിലും മറ്റും ഇടപെടുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെയുള്ള ചില ദർസുകളിൽ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് കാണിക്കുന്ന ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുദൈഫ റളിയല്ലാഹു തആല അൻ പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് വരെ ഞങ്ങളാരും തുടങ്ങാറില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങളങ്ങനെ ഭക്ഷണത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമുണ്ട്. ഫജാഅ അറാബിയുൻ, ഒരു അറാബിയായ മനുഷ്യൻ വന്നു. കഅന്നമാ യുദ്ഫഉ, അയാളെ ആരോ തള്ളി നിർബന്ധിച്ച് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ഫദഹബ ലിയളഅ യദഹു ഫി ത്വആം, അങ്ങനെ ഭക്ഷണത്തിൽ അയാൾ കൈയിടാൻ നോക്കി. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ തുടങ്ങിയിട്ടില്ല. അയാൾ ഭക്ഷണത്തിലേക്ക് കൈയിടാൻ നോക്കിയപ്പോൾ ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിയുടെ കൈക്ക് പിടിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ആരോ ഒന്ന് തള്ളി അയാളെ നിർബന്ധിക്കുന്നത് പോലെ തോന്നിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിച്ചു. സുമ്മ ജാഅത് ജാരിയ, പിന്നെ ഒരു പെൺകുട്ടി വന്നു. കഅന്നമാ തുദ്ഫഉ, ആ പെൺകുട്ടിയെയും ആരോ തള്ളിവിടുന്നത് പോലെ തോന്നി. ഫദഹബത് ലിതളഅ യദഹാ ഫി ത്വആം, അവളും തൻ്റെ കൈ ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹ, അള്ളാഹുവിൻ്റെ റസൂൽ ആ പെൺകുട്ടിയുടെ കൈക്കും പിടിച്ചു. വഖാല, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഷൈത്താൻ, പിശാജ് ലയസ്തഹില്ലു ത്വആമ അല്ലദീ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാത്ത ഭക്ഷണം അത് പിശാജ് സ്വന്തമാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പിശാജ് കൂടി അതിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കും. വ ഇന്നഹു ജാഅ ബിഹാദൽ അറാബി യസ്തഹില്ലു ബിഹി ഫഅഖദ്തു ബിയദിഹി, ഈ അറാബിയെ തെളിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് ശൈത്താനാണ്. നോക്കൂ നിങ്ങൾ, അറാബിയെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ശക്തമായി ആരോ ഉന്തുന്നത് പോലെ തോന്നിയെന്ന്. ശൈത്താൻ പ്രേരിപ്പിച്ചു കൊണ്ടുവന്നതാണ്. ബിസ്മി ചൊല്ലാതെ അതിൽ നിന്ന് കഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ബിസ്മി ചൊല്ലാതെ അറാബി തുടങ്ങിയാൽ ശൈത്താൻ അതിൽ നിന്ന് കഴിക്കാൻ പറ്റും. ഫഅഖദ്തു ബിയദിഹി, അതുകൊണ്ടാണ് ഞാൻ കൈക്ക് പിടിച്ചത്. അതേപോലെ തന്നെ വജാഅ ബിഹാദിഹിൽ ജാരിയ, ഈ പെൺകുട്ടിയുടെ കൂടെയും ശൈത്താൻ വന്നു. യസ്തഹില്ലു ബിഹ, ബിസ്മി ചൊല്ലാതെ അതിൽ നിന്ന് കഴിക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചു.
അങ്ങനെയാകുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് ശൈത്താന് കഴിക്കാം. ഫഅഖദ്തു ബിയദിഹ, അപ്പോൾ ഞാൻ അവളുടെ കൈക്കും പിടിച്ചു. ഫവല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഇന്ന യദഹു ലഫീ യദി, ശൈത്താനിൻ്റെ കൈ എൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. മഅ ഐദീഹിമ, അവർ രണ്ടുപേരുടെയും കൈകളുടെ കൂടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് കാണുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു കൊടുത്തു. ശൈത്താൻ വരികയാണ്. അപ്പോൾ അവരുടെ കൈകൾക്ക് പിടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കുന്നത് ശൈത്താനെ കൂടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ആ ശൈത്താൻ്റെ കൈകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു ഞാൻ അവരുടെ കൈകൾക്ക് പിടിച്ചപ്പോൾ. അപ്പോൾ പിശാച് ആ നിലക്ക് മനുഷ്യനെ തള്ളിവിടുമെന്നാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് പിശാചിന് ഉപകാരമെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം നിരന്തരം ബിസ്മി ചൊല്ലുകയും നിരന്തരം പിശാചിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഹദീസിൽ വന്നിരിക്കെ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാലഘട്ടത്തിൽ സംസാരിക്കേണ്ടതല്ല എന്ന് പല ആളുകൾക്കും തോന്നുന്നത് അവർക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.